ലേഖനമാണല്ലോ തുടർച്ചയായി സംസാരിച്ചു വരുന്നത്. ഗലാത്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്ത് പൗലോസ് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം മാനുഷ്യമല്ല എന്നുള്ള ആ കാര്യം വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ തന്റെ അപ്പോസ്തോലത്വവും അത് മാനുഷികമല്ല, അത് സഭയിൽ നിന്ന് ലഭിച്ചതല്ല, അത് ദൈവികമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലും പ്രത്യേകിച്ച് 4-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് സഭയിൽ ഒരു പ്രധാന പ്രശ്നമായി, ഒരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു. ആരാണ് സഭയിലെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത്? സഭയിലെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നതിന് സഭയ്ക്കുള്ള പങ്ക് എന്താണ്? ഒരു ചോദ്യചിഹ്നം, ഒരു ചർച്ചാ വിഷയവും തന്നെ ആയിരുന്നു. ഇന്നും അത് പല ആളുകളുടെയും ഇടയിൽ സഭയാണ് നിയമിക്കുന്നത്, സഭയ്ക്കാണ് വചനത്തെക്കാൾ കൂടുതൽ ആധികാരികത എന്ന് പോലും പറയുന്ന പട്ടത്വ സഭകൾ ഇന്നുമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോലെ വേർപെട്ട സമൂഹങ്ങളെ, ദൈവ മക്കളെ അവര് ആധികാരികതയുള്ള സഭയായിട്ട് അംഗീകരിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ വളരെ ഉറപ്പ് ബോധ്യമുള്ളവരായിരിക്കണം. പൗലോസ്ലീഹ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഒന്ന് വിശദീകരിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് സഭകളിലാണെങ്കിൽ പോലും ഈ കൈവപ്പ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, കൈവച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ദൈവം കൊടുത്ത ശുശ്രൂഷയെ സഭ അംഗീകരിക്കുകയും സഭ അതിനുള്ള പിന്തുണ കൊടുക്കുകയും അതിനുള്ള ശുശ്രൂഷയുടെ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുക, അതാണ് സഭ ചെയ്യുന്നത്. സഭ കൈവെപ്പ് നൽകുന്നത് അത് തന്നെയാണ്. സ്തോത്രം. സഭയിലെ ശുശ്രൂഷയും പദവിയും ദൈവമാണ് നിയമിച്ചു കൊടുക്കുന്നത്, സഭയല്ല. ദൈവം കൊടുക്കുന്ന ശുശ്രൂഷയെ സഭ അംഗീകരിക്കുകയും ശുശ്രൂഷയ്ക്കുള്ള പിന്തുണയും കൂട്ടായ്മയും അവസരങ്ങളും നൽകുകയുമാണ് സഭ ചെയ്യുന്നത്, അഥവാ സഭ ചെയ്യേണ്ടത്. ശുശ്രൂഷകരെ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നതും നിയമിക്കുന്നതും. മൂപ്പന്മാരുടെ കൈവപ്പ് ദൈവം നൽകിയ ശുശ്രൂഷയെ സഭ അംഗീകരിക്കുന്നതാണ്. ഇതിന് പുസ്തകത്തിൽ തന്നെ ഉദാഹരണം കാണിച്ചു തരാം. നമുക്കറിയാമല്ലോ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി അഭിഷിക്തനായ ശൗലിനെ സംബന്ധിച്ച് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യം ഒന്നും കൂടി ഒന്ന് വ്യക്തമായി ലഭിക്കുന്നതാണ്. കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് ഞാൻ ആ വേദഭാഗം സെപ്തിയിലൊന്ന് കൊണ്ടുവരാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ 1 ശമൂവേൽ 9:27. 1 ശമൂവേൽ 9:27. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുൻപേ കടന്നു പോകാൻ പറക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ഇനി 10-ാം അധ്യായത്തിന് 1 മുതൽ 9 വരെ കൂടെ വേഗം വായിച്ചാൽ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സെൽസഹിന്റെ റാഹേലിന്റെ കല്ലറയ്ക്കൽ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു വന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ടു, എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിന്നെക്കുറിച്ച് വിഷാദിക്കുന്നുവെന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോറിലെ കരിവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും, നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിന്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളം ഉള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഈ അടയാളങ്ങളൊക്കെ നിനക്ക് സംഭവിക്കും. നോക്കണേ, ഇതാണ് ശൗലിന്റെ അഭിഷേകം. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ 17 മുതൽ 22 വായിക്കുമ്പോൾ തന്റെ ഇളയപ്പൻ ചോദിക്കുമ്പോൾ രാജ്യത്വം സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ശൗലിനെ യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞ് തൈലക്കൊമ്പ് എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ രാജാവെ അഭിഷേകം ചെയ്യുകയും അവന് ഇന്ന അടയാളങ്ങൾ സംഭവിക്കും എന്ന് പറയുകയും ആ അടയാളങ്ങളെല്ലാം അവന് സംഭവിക്കുകയും അവന് പുതിയൊരു ഹൃദയം നൽകുകയും ആള് മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്തു. ഇതായിരുന്നു
ശൗലിനെ രാജാവായുടെ അഭിഷേകം. സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിന്റെ തന്നെ 16-ാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ടെ. എന്നിട്ട് 16 മുതൽ 16 വരെ ഒന്ന് വേഗം വായിച്ചാട്ടെ. ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമൂവേൽ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രൈമിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ച് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്രം സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം അടുത്തു വരുമാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മത്രി ഗോത്ര കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീഷിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട് ആളിവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ, അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. കണ്ടോ, ദൈവം അഭിഷേകം ചെയ്തു, ജനം അംഗീകരിച്ചു. ദൈവം അഭിഷേകം ചെയ്താണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടോ. എന്നാൽ ജനം അവനെ രാജാവായി അംഗീകരിക്കുന്ന ചിത്രമാണ് നമ്മൾ രണ്ടാമത് വായിച്ചു കേട്ടോ. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നു, സഭ അംഗീകരിക്കുന്നു. സ്തോത്രം. ആ അംഗീകരിക്കുന്നതിനിടെ ഒരു ഉദാഹരണം കൂടി നമുക്ക് ദാവീദിൽ കാണാൻ കഴിയും, നല്ല ഉറപ്പ് മനസ്സിലുണ്ടാകാൻ വേണ്ടി. അതും കൂടെ ഞാൻ നിങ്ങളിത് കാണിച്ചു. ശമൂവേൽ 1-ാം പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം ആദ്യം വായിച്ചാൽ, ദീർഘമായി വായിക്കണ്ട, ആ സമയം പോകുമല്ലോ. 1 ശമൂവേൽ 16-13 വായിച്ചാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. വായിച്ചാണ്. ഇങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. മതി നോക്കണേ. സ്തോത്രം. അല്ല, നമ്മൾ കണ്ടു, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ ശമൂവേൽ രാജാവായി അഭിഷേകം ചെയ്തു. സ്തോത്രം. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ അവന്റെ മേൽ വന്നു, പ്രത്യേകം അവന്റെ മേൽ അധിവസിക്കുവാൻ ഇടയായി. സ്തോത്രം. ഇനി വായിച്ചാണ് 2 ശമൂവേൽ 2:4 വായിച്ചാണ്. 2 ശമൂവേൽ 2:4. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗോത്രത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. കണ്ടോ, ദൈവം അഭിഷേകം ചെയ്തവനെ യഹൂദ പുരുഷന്മാർ വന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. യഹൂദ പുരുഷന്മാർ മീൻസ് ഹെബ്രോനിൽ രാജാവായിട്ട് അവനെ അഭിഷേകം ചെയ്യുകയാണ് യഹൂദ പുരുഷന്മാർ. അപ്പോൾ ദൈവം അഭിഷേകം ചെയ്തതിനെ സംബന്ധിച്ച് 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നെങ്കിലും പിന്നെയും ഒരു കാലഘട്ടത്തിന് ശേഷം, സ്തോത്രം, അവന് മരുഭൂമിയിൽ ഇങ്ങനെ ഉഴുന്നു നടക്കുന്ന അനുഭവത്തിന് ശേഷം രണ്ടാമത് ശമൂവേൽ 2-ാം പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് യഹൂദ പുരുഷന്മാർ അവനെ എന്ത് ചെയ്തു? രാജാവായി അഭിഷേകം. ഇതാണ് നമുക്കിടയിൽ സംഭവിക്കുന്നത്. ദൈവം അഭിഷേകം ചെയ്യുന്നവനെ ജനം അംഗീകരിക്കുന്നതാണ്. ഇതാണ് സ്തോത്രം ഇന്നത്തെ കൈവപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട, അല്ലാതെ കൈവപ്പിനാൽ ആരും ശുശ്രൂഷകന്മാർ ആവുകയല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണമെല്ലാം വിശദീകരിച്ചു കൊടുത്ത് സ്തോത്ര കാര്യങ്ങൾ വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയും. സ്തോത്രം. ഈ കാര്യം പൗലോസ് ഇവിടെ വളരെ വ്യക്തമാക്കുന്നു. അവൻ പ്രസംഗിക്കുന്ന സുവിശേഷവും അത് മാനുഷികമല്ല, ദൈവികമാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല, പൗലോസിന്റെ അപ്പസ്തോലത്വം ദൈവികമാണെങ്കിൽ മാത്രമേ അവന്റെ ശുശ്രൂഷയും ദൈവികമാണ് എന്ന് അംഗീകരിക്കപ്പെടുകയുള്ളൂവല്ലോ. അതുകൊണ്ടാണ് പൗലോസ് തന്റെ അപ്പസ്തോലത്വത്തെ കുറിച്ചും വളരെ ശക്തിയോടെ വിശദീകരിക്കുന്നത്. ഇനി 2-ാമത്തെ അധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയതാണല്ലോ. അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്കുകൾ ഒന്നുകൂടി വായിച്ചാലും അധികമാകുകയില്ല. ഒന്ന് വേഗം വായിച്ചാട്ടെ, നേരെ പോയി. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്ര പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു.
എന്റെ കൂടെയുള്ള തീത്തോസ് യവനനെങ്കിലും പരിശോധന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ ആ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ ആ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. ആ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. താങ്ക് യു. പ്രമാണികളായവരോ മതി. താങ്ക് യു. സമയം പോയതുകൊണ്ട് നമുക്ക് ആ താൽക്കാലം അത്രയും വായിച്ചു നിർത്താം. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ ഇവിടെ കാണുന്നത്, ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം, അതായത് ബർന്നബാസിനെയും അടുത്ത തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് യെരൂശലേമിലേക്ക് പോവുകയാണ്. ബർന്നബാസിനെയും തീത്തോസിനെയും അവിടെ നമ്മൾ മേളിൽ കണ്ടു. ഒരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയത്. ഞാനിത് നിങ്ങളെ ഞാൻ ഓടുന്നതോ വെറുതെ വൃഥാവായത് വരാതിരിക്കാനായി പൗലോസ് യെരൂശലേമിലേക്ക് ചെന്ന് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം പ്രമാണികളോട് വിവരിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ സംബന്ധിച്ച് പൗലോസ് എന്തെങ്കിലും ഒരു ബോധ്യക്കുറവോ ഒരു ഉറപ്പുകുറവോ ഉണ്ടായി എന്നുള്ള ആശയം അതിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. എന്നാൽ അതല്ല. പൗലോസ് 14 ആണ്ട് കഴിഞ്ഞിട്ടാണ്, നമ്മൾ ഈ 14 വർഷവും ശക്തമായി കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും അനേകർ കർത്താവിന്റെ ഭാഗത്ത് വരുന്നതും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നതും കണ്ട് സഭയെ പോകുന്ന ഒരു വെളിപ്പാട് പ്രാപിച്ച അപ്പസ്തോലന് താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ദൈവിക അംഗീകാരത്തെക്കുറിച്ചും അതിന്റെ സാധുതയെക്കുറിച്ചും ഒരു സംശയവുമില്ല. പിന്നെ ഓടിയത് അധ്വാനിച്ച് വെറുതെയായി വരാതിരിക്കാനായി താൻ അവിടോട്ട് പോയത് യെരൂശലേമിൽ നിന്ന് ദുരുപദേഷ്ടാക്കൾ വന്നതുകൊണ്ട് അതിന്റെ സോഴ്സിൽ തന്നെ അതിനെ എതിർക്കുവാനുള്ള അവസരം ഉണ്ടാകേണ്ടതിനാണ് രണ്ടുപേരെ കൂട്ടി. ഒന്ന് ബർന്നബാസ്, അത് ഇസ്രായേലർക്കെല്ലാം ഒരു അഭിമതനാണ്, അംഗീകാര്യനാണ്, യെരൂശലേമിലെ സഭയ്ക്ക് പരിചിതനാണ്, യെരൂശലേമിലെ സഭയിൽ ബഹുമാനിക്കപ്പെടുന്ന സഹോദരനാണ്. അദ്ദേഹത്തെ കൂട്ടി. അടുത്തത് തീത്തോസിനെ കൂട്ടിക്കൊണ്ടു. തീത്തോസ് യവനെങ്കിലും പരിചയത്തിന് ഏൽക്കാത്തവനാണ്. അവനെ ഒരു ചെറിയ ഒരു സ്പെസിമെനായിട്ട് കൊണ്ടുപോകതേ. തീത്തോസ് ഇവൻ പരിചയനായിട്ടവനല്ല. ഇവന്റെ ശുശ്രൂഷ കണ്ടോ, ഇവന്റെ ദൈവകൃപ കണ്ടോ, ഇവന്റെ പരിശുദ്ധാത്മന്റെ പ്രവർത്തനം കണ്ടോ, ഇവൻ എന്താ രക്ഷിക്കപ്പെട്ടവനല്ലേ എന്ന് ഒരു സ്പെസിമെനായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാനായിട്ടാണ് തീത്തോസിനെയും കൂട്ടിക്കൊണ്ടുപോയത്. പരിച്ഛേദന ഏൽക്കാത്ത ഒരു യവനനെ കൂട്ടിക്കൊണ്ട് ശുശ്രൂഷക വൃന്ദത്തിന്റെ ആ ഇടയിൽ തന്നെ അവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവനെ കൂട്ടിക്കൊണ്ട് പോയത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജുഡൈസേഴ്സ് അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെങ്കിൽ മാത്രമേ രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നവർക്ക് ഒരു വെല്ലുവിളിയായിട്ടാണ് തീത്തോസിനെ കൂട്ടിക്കൊണ്ട് പോയത്. ഒരു വെല്ലുവിളി. പൗലോസ് ബോധപൂർവമാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വെളിപ്പാടനുസരിച്ച് അത്ര പോയത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വെളിപ്പാട് പൗലോസിന് ദൈവം യെരൂശലേമിലോട്ട് പോകാൻ വെളിപ്പാടുണ്ടാക്കിയോ, വെളിപ്പാട് കൊടുത്തോ, അതോ ഏതാണ് ഈ വെളിപ്പാട്? അപ്പോൾ അപ്പോസ്തലന്മാരോട് ചെന്ന് പറഞ്ഞോ, നീ പറയുന്ന സുവിശേഷം ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചോ, അത് നീ ഒന്നും കൂടി മീൻസ് അവരോട് ഒന്നുകൂടെ പറഞ്ഞൊരു ബോധ്യം വരുത്തിക്കൊള്ളണം എന്ന് ദൈവം അവന് വെളിപ്പാട് കൊടുത്തതാണോ? ഏതാണ് ഇവിടെ പരാമർശിക്കുന്ന വെളിപ്പാട്? ഇതിനെ സംബന്ധിച്ച് അപൂർവം ചിലര് മാത്രം ദൈവം എന്നതിനെ കുറിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ഒറ്റ വിഷയമായിട്ട് പോകണ്ട, അവരോടും കൂടെ പറ എന്ന് പറഞ്ഞ് വിട്ടതാണ് എന്ന് പറയുന്ന അപൂർവം ചിലർ ഇല്ലാതില്ല. എന്നാൽ ഭൂരിപക്ഷം ദൈവ വചന പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നതും ഞാനും എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും കൃത്യമായതെന്ന് തോന്നുന്നതുമായത്, പൗലോസിന് വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ പൗലോസ് അത് കൃത്യമായിട്ട് പറഞ്ഞേരെ. എനിക്ക് ഒരു വെളിപ്പാടുണ്ടായതിന് പ്രകാരം ഞാൻ പോയി എന്ന് തന്നെ പറഞ്ഞേരെ. എന്നാൽ ഇവിടെ പറഞ്ഞ ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയതെന്ന് പറയുമ്പോൾ ഏതാണ് ഈ വെളിപ്പാട് എന്നുള്ളത് പൗലോസിനുണ്ടായ വെളിപ്പാടാണ് എന്ന ആ ധ്വനി പോലും മൂലകൃതിയിലില്ല. പിന്നെ ഏതാണ് ഈ വെളിപ്പാട്? പ്രവൃത്തികളുടെ പുസ്തകം എടുക്കുമ്പോൾ, സ്തോത്രം, അതിന്റെ 11-ാമത്തെ അധ്യായം 27 മുതൽ 30 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 27 മുതൽ 30 വരെ വായിച്ചാട്ടെ. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെ ശൗലിന്റെ കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. കണ്ടോ, ഇതാണ് വെളിപ്പാട്. അതുകൊണ്ടാണ് ഈ ഗലാത്യയിലെ 2-ാം അധ്യായത്തിൽ തന്നെ ഒരു ഭാഗം ഞങ്ങൾ കൊണ്ടുവരാം. അതിന്റെ 9-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ വായിച്ച ഭാഗമാണ് 9, 10 വായിച്ചാണ്. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിശോധനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു.
കേട്ടോ. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. അപ്പോൾ നോക്കണേ, ഇപ്പോൾ യെരുശലേമിലേക്ക് പോയ കാര്യത്തെ താമസിക്കുമ്പോഴാണ് പറയുന്നത്, ഞാന് ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്ന് അവര് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയും അങ്ങനെ ഞാൻ ചെയ്യാൻ ഉത്സാഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ അപ്പൊ വെളിപ്പാട് ആർക്കാണ് വെളിപ്പാട്? അഗബോസിനുണ്ടായ വെളിപ്പാട് അനുസരിച്ച് യെരുശലേമിലുള്ള സാധുക്കളായ വിശ്വാസികളെ സഹായിക്കാൻ. അവര് സാധുക്കളായുള്ള പ്രധാന കാരണം തന്നെ അവര് ഇപ്പൊ കർത്താവ് വരുമെന്നുള്ള അമിതാവേശത്തിൽ അവർക്കുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാർ കാൽക്കൊണ്ട് വെക്കുകയും അവരതെല്ലാം പങ്കിട്ട് അനുഭവിച്ച് തിന്നു തീർക്കുകയും ചെയ്തു. മുതലെടുത്ത് തിന്നു എന്ന് പറയുന്നത് വിത്തെടുത്ത് കുത്തി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോ അടുത്ത വിത്ത് വിതയ്ക്കാൻ വിത്തില്ല എന്നതുപോലെ ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു യെരുശലേമിൽ ധാരാളം ദരിദ്രരായ വിശ്വാസികൾ ഉണ്ടാകുവാൻ ഒരു കാരണമാകുവാൻ ഇടയായി തീർന്നത്. യാക്കോബിനൊക്കെ ഇതറിയാം. അവര് സാമ്പത്തികമായി വളരെ ഞെരുങ്ങുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ ആളുകളാണെന്ന് അറിയാവുന്നത് കൊണ്ട് പൗലോസിനോട് അതേ ഒരു കാര്യം ഓർത്തോണേ, ദരിദ്രരെ ഓർത്തോണം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സൗരന്മാരുടെ കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞ് അതെ ഞാൻ അതിൽ ഉത്സാഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ കാര്യം അതിനുവേണ്ടിയാണ് യെരുശലേമിലേക്ക് പ്രധാനമായിട്ടും പോയത്. അപ്പോൾ കൂട്ടത്തിൽ ഇന്നത്തെ പോലെ എളുപ്പമല്ല യാത്ര. ആ കൂട്ടത്തിൽ സാധുക്കളായ സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ളതും പൗലോസിന്റെ ലക്ഷ്യമായിരുന്നു. അതിനും കൂടെ വേണ്ടിയാണ് പോയത്. പോയത് എന്തിനാ? ഒരു വെളിപ്പാട്. ആരുടെ വെളിപ്പാട്? അഗബോസിനുണ്ടായ വെളിപ്പാട്. അഗബോസിനുണ്ടായ വെളിപ്പാട് അനുസരിച്ചാണ് പൗലോസ് ശ്ലീഹ യെരുശലേമിലേക്ക്. അതല്ലാതെ താൻ പ്രസംഗിക്കുന്ന വചനത്തെ സംബന്ധിച്ച് പൗലോസ് ശ്ലീഹയ്ക്ക് ലേശം പോലും റീകൺഫർമേഷൻ, ഒന്നുകൂടി ഒരു ബോധ്യം ഉണ്ടാകുവാനോ അപ്പോസ്തലന്മാരുടെ അംഗീകാരം ആ കാര്യത്തിൽ ഉണ്ടാകാനോ താല്പര്യപ്പെട്ടിട്ട് പോയതല്ല. അതിനായി ദൈവം ഒരു വെളിപ്പാട് കൊടുത്തവനെ അയച്ചതുമല്ല. അഗബോസിനുണ്ടായ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. കൂട്ടത്തിൽ തീത്തോസിനെയും ബർന്നബാസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഈ കാര്യങ്ങൾ അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ പ്രവർത്തന പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഈ ഭാഗത്തിന്റെ മീൻസ് 2-ാം അധ്യായത്തിന്, ഗലാത്യർ 2-ാം അധ്യായത്തിന് 1 മുതലുള്ള ഈ 10 വരെയുള്ള ആദ്യ ഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് പ്രവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. പ്രവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ആണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കാണുന്നത്. നേരം ഇന്ന് പോയത് കൊണ്ട് ഞാൻ അത് വായിക്കാനായിട്ട് മുതിരുന്നില്ല. സ്തോത്രം. ആ ചരിത്ര പശ്ചാത്തലം, സ്തോത്രം, അതിന്റെ അടിസ്ഥാനത്തിലാണ് യെരുശലേമിലേക്ക് പോയത്. അപ്പോൾ വെളിപ്പാട് എന്ന് പറയുന്നത് ദൈവം കൊടുത്തു. നീ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് ചേർന്ന് ഒന്നും കൂടി റീകൺഫേം ചെയ്യണം, അല്ലെ നീ ഓടി വന്നാലും വെറുതെ ആയി പോകും. അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് അവന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് അവന്റെ അംഗീകാരം പ്രാപിക്കുന്നതിന് വേണ്ടി പോയതല്ല. പിന്നെയോ അവന് സ്തോത്രം സുവിശേഷത്തിന്റെ സത്യം ദൈവമക്കളോട് നിലനിൽക്കേണ്ടത്. കർത്താവ് വെച്ചാൽ നാളെ അത് കൂടുതൽ വിശദീകരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ള നമ്മളൊരു കാര്യം മറക്കരുത്. സ്തോത്രം. ദൈവ സഭയ്ക്കുള്ള വലിയ വെളിപ്പാടുകൾ ദൈവം കൊടുക്കുവാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത അപ്പസ്തോലനായിരുന്നു പൗലോസ് ശ്ലീഹ. അവന് മറ്റപ്പസ്തോലന്മാരിൽ നിന്ന് ശ്ലൈഹികപ്പട്ടം കിട്ടിയതൊന്നുമല്ല, ദൈവം നേരിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് സ്തോത്രം, ഇന്നും ദൈവ ശുശ്രൂഷകന്മാരെ നിയമിക്കൽ നേരിട്ടാണ്. അവരെ സഭ അംഗീകരിക്കുക മാത്രമാണ് കൈവെപ്പിനാൽ ചെയ്യുന്നതെന്ന സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാറുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസപ്രവം ദൈവികമാണ്, സ്വർഗീയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ കാര്യത്തിൽ വളരെ സന്തോഷമുള്ളവരാകാൻ കർത്താവ് നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കോശി ബ്രദർ പ്രാർത്ഥിക്കുകയും സാർ ആശീർവാദം പറയുകയും ചെയ്യും. കോശി ബ്രദർ പ്രാർത്ഥിച്ചാലും. സ്തോത്രം. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രവാസികളുടെ സന്ദർഭങ്ങൾക്കായി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. നൂറ്റാണ്ടിലെ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ചും കർത്താവേ, പൗലോസിന്റെ പോസ്റ്റത്തെ കുറിച്ചും കർത്താവേ ദിവസം നിങ്ങൾ കർത്താവെ പഠിക്കുന്നുണ്ട് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തിരിച്ചറിയാന്തപ്പെടണം കർത്താവ്, ഞങ്ങളെയും ഹല്ലേലൂയ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ കിടന്നു ദിവസങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അതിനെല്ലാം കർത്താവ് കണ്ടറിഞ്ഞ് ഹല്ലേലൂയ സത്യങ്ങളിൽ കൂടി കർത്താവെ ഒരു ദിവസം മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ശുഭാത്മന്റെ കരങ്ങളിൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേവദാസനത്തിൽ കരങ്ങളിൽപ്പിക്കുന്ന കർത്താവെ. സ്വന്തം സഹായിക്കണമേ.
ഞങ്ങളുടെ സഹോദരങ്ങൾ വിടുതൽപ്പെടുത്തുന്നതായ സ്തോത്രം, സഹോദരങ്ങളെ കാത്തു പരിപാലിക്കുന്നതായ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ആരോഗ്യം കൊടുത്ത കർത്താവെ ആ സ്തോത്രം. ഹല്ലേലൂയയ്ക്കായി ഞങ്ങൾ നിങ്ങളുടെ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ കർത്താവ് സമർപ്പിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ. കർത്താവോടെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമ്മുടെ പ്രിയ കർത്താവിനെ ഹൃദയപൂർവ്വം ഒന്നും കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ നിത്യസ്നേഹവും ആശ്വസിപ്പിച്ചതിനും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ മാറ്റമില്ലാത്ത കൂട്ടായ്മയും പരിപാലനവും നാം ഓരോരുത്തരോടും ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടി ഇന്നുമെന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. അല്ലേ, വളരെ ഉപദേശ വിഷയ സംബന്ധമായുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകുവാൻ സഹായകരമായ പല വസ്തുതകളാണ് നമുക്ക് ഈ ലേഖനത്തിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രബോധനപരമായ കാര്യങ്ങളെക്കാൾ പ്രമാണപരമായ ആണ് പ്രാധാന്യം. അറിയാമല്ലോ, നമ്മളെ ദൈവവചനത്തിൽ ഈ രണ്ട് കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചും പ്രമാണങ്ങളുണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ പ്രബോധനങ്ങളുണ്ട്, പ്രായോഗിക ജീവിതത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. സ്തോത്രം. അതിൽ ആ പ്രമാണങ്ങൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലേഖനമായിട്ട് നമുക്ക് ഗലാത്യ ലേഖനത്തെ കാണാനായിട്ട് കഴിയും. സ്തോത്ര പ്രബോധനങ്ങൾ ഇല്ലാതില്ല. സ്തോത്രം നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അതിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് ചില വാക്കുകളോട് തുടർന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ഭാഗം അങ്ങോട്ട് വായിച്ചാൽ ഒരു ഇച്ചിരി ധാർഷ്ട്യ ഭാവത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ഭാവത്തിൽ ഇച്ചിരി ഒരു പിള്ളേരൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പറയണ മാതിരി പൗലോസ് ഇവിടെ സംസാരിക്കുന്നോ എന്ന് നമുക്ക് അങ്ങ് തോന്നിപ്പോകും. അതിനൊക്കെ വിമർശനമായി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ചില ചിന്തകന്മാരുണ്ട് താനും. അതല്ലേ നമ്മൾ അവിടെ പറയുന്ന വിശേഷ പ്രമാണം, അവരൊക്കെ ആരായാലും എനിക്കെന്നെ, ഞാൻ അതിനൊന്നും കണക്കൂട്ടുന്നില്ല. ഇതേ ടോണിലല്ലയോ പറയുന്നത്. പക്ഷേ തർജ്ജമയിൽ അങ്ങനെ ടോണുണ്ടെങ്കിൽ മൂലകൃതിയിൽ ആ ടോണ് പ്രധാനമായിട്ടും ഇല്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതോ നുഴഞ്ഞു വന്ന കള്ളസോരന്മാർ നിമിത്തമായിരുന്നവർ നമ്മെ അടിമപ്പെടുത്താണ്. ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നു ചാരന്മാരായിട്ട് കയറി വന്നു. ഉറ്റുനോക്കാൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ചാരന്മാരായിട്ട് വന്നു എന്ന് തന്നെയാണ്. ഉറ്റുനോക്കുവാൻ കയറി വന്ന കുറെ ചാരന്മാര്. ഞങ്ങൾ ഒരു നാഴി പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. അത് ഞങ്ങളുടെ ആ വ്യക്തി പ്രഭാവത്തിന് വേണ്ടി അല്ല, പിന്നെയോ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്. സ്തോത്രം. പിന്നെ അടുത്ത വാക്യം 6-7 വാക്യം നമുക്ക് കണ്ടാൽ നമുക്കങ്ങ്, പ്രത്യേകിച്ച് 6-ാമത്തെ വാക്യം, നമുക്ക് പൗലോസിൽ ധാർഷ്ട്യമാണോ സംസാരിക്കുന്നത് തോന്നിപ്പോകും. കണ്ടില്ലേ, പ്രമാണികളായവരും അവർ പണ്ട് എങ്ങനെയുള്ളവരാരും എനിക്ക് ഏതുമില്ല. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ അവരെ പരിഗണിക്കുന്നില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. അവരോടൊന്നും ഞാൻ ഒന്നും നേടിയിട്ടില്ല. അവരൊന്നും എനിക്ക് ഒരു ഗുണവും ചെയ്തിട്ടുള്ളവരല്ല എന്നുള്ള ഭാവത്തിലല്ലേ സംസാരിക്കും. പക്ഷെ ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ മാന്യമായ ടോണാണ് ഗ്രീക്കിലുള്ളത്. സ്തോത്രം. ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് പരിച്ഛേദനപ്പസ്തലത്വത്തിനായി പത്രോസിനോട് വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെ വ്യാപരിച്ചുകൊണ്ട് പത്രോസ് പരിച്ഛേദനക്കാരുടെ ഇടയില് സുവിശേഷ കോട്ടം എന്ന പോലെ എനിക്ക് അഗ്നിധർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ കോട്ടം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞും കൊണ്ട് സ്തോത്രം തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. സ്തോത്രം. അങ്ങനെ കൂട്ടാവിടെ വലങ്കര കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ആ താഴെ വരുമ്പോഴത്തേന് അവരെ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാ. പക്ഷേ അതിന്റെ മുകളിൽ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ പൗലോസ് ഇങ്ങനെ ഒരു ഇച്ചിരി ധാർഷ്ട്യ ഭാവത്തിൽ അവരെ ഏതാണ്ട് പുറന്തള്ളുന്ന പോലെ, പ്രമാണിമാരായവർ അവരാരെയിലായിക്കോട്ടെ, അതിന് ഞാൻ എന്നാ വേണം എന്ന് പറയുന്ന പോലൊക്കെ സംസാരിക്കുന്നത് ധാർഷ്ട്യഭാവത്തിലല്ല. അവരെ അംഗീകരിച്ചും അവരോട് മതിപ്പോടുകൂടിയും അവരോടുള്ള സ്നേഹത്തോടുകൂടിയും കൂട്ടായ്മ ബന്ധത്തിലും തന്നെയാണ് സംസാരിക്കുന്നത്. പൗലോസ് ഇവിടെ ആരെയെങ്കിലും പൗലോസിന്റെ മനസ്സിൽ വിമർശനാത്മകമായി കാണുന്നുണ്ടെങ്കിൽ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരെന്ന് പറയുന്നവരെ കുറിച്ച് മാത്രമാണ്. ഇനി പൗലോസ് ഇവരെ ഇച്ചിരി പ്രമാണിമാര്, അവരാരായിരുന്ന എനിക്കെന്നാ എന്നൊക്കെ പറയുന്നത് ഈ ദുരുപദേഷ്ടാക്കളായ ആളുകൾ, പ്രമാണിമാരായ ആളുകൾ അവരർഹിക്കാത്തതിനേക്കാൾ അധികമായ പ്രാമുഖ്യവും അവരേതാണ്ട് സ്പെഷ്യൽ ആളുകളാണ്, അവർ വലിയ സംഭവമാണ് എന്നുള്ള മട്ടിൽ അവർ പെരുമാറിയിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെക്കുറിച്ച് ഈ ദുരുപദേഷ്ടാക്കൾ പറഞ്ഞിരിക്കുന്ന ആ വലിയ പൊണ്ണക്കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ
പൗലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, അവരങ്ങനെ പറയാൻ കാരണം പ്രധാനമായിട്ടും ഇവിടെ 3 പേരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പത്രോസ്, 2 യാക്കോബ്, 3 യോഹന്നാൻ. ഇവിടെ പറയുന്ന യാക്കോബ് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനാണ്. നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ 3 പേര് കർത്താവിനോട് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അടുത്ത് ഇടപഴകുവാൻ കർത്താവ് തന്നെ തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് അത് നമുക്കറിയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരാണ് എപ്പോഴും കർത്താവിനോട് അടുത്ത ഇടപെട്ടിരുന്നത്. അറിയാം, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ആ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ, ആ സന്ദർഭത്തിൽ ഇവര് 3 പേരുമേ തന്റെ കൂടെ അകത്തിയല്ല നിർദ്ദിച്ചുള്ളൂ. പിന്നെ നമുക്ക് കാണുമ്പോൾ മറുരൂപമലയിൽ വരുമ്പോൾ, മറുരൂപമലയിലും ഇവരും ഈ 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ആ യാക്കോബ് ഈ യാക്കോബ് അല്ല കേട്ടോ. ആ യാക്കോബ് എന്ന് പറഞ്ഞ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യാക്കോബ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഈ ഗലാത്യലേഖനത്തിൽ പറയുന്ന യാക്കോബ് അല്ല. ഗലാത്യലേഖനത്തിൽ പറയുന്ന യാക്കോബ് യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരനായ യാക്കോബാണ്. സ്വന്തം സഹോദരൻ പറഞ്ഞ അർത്ഥ സഹോദരൻ എന്ന് പറയാം. മീൻസ് യോസഫിന് മറിയയിൽ ജനിച്ച മക്കളിൽ കുറഞ്ഞത് 6 പേരുടെ പേരെങ്കിലും തിരുവെഴുത്തിൽ തന്നെയുണ്ട്. 6 പേരുടെ പേരിൽ 4 പേരുടെ പേരുണ്ട്. കാര്യം സ്ത്രീകൾക്ക് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതുകൊണ്ട് സഹോദരിമാർ എന്ന് മാത്രം പറഞ്ഞ് നിർത്തി അവരുടെ പേര് പറഞ്ഞിട്ടില്ല. ഒന്ന് നമുക്കറിയാം, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, ഈ 4 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ 4 പേരും 4 ആൺമക്കള് യേശു ജനിച്ച ശേഷം യോസഫിന് മറിയയിലുണ്ടായി. പിന്നെ സഹോദരിമാർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് 2 പേര്. അതിലൊരുവനായിരുന്നു യാക്കോബ്. ആ യാക്കോബാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. ആ യാക്കോബിനെയാണ് ഇവിടെ ഗലാത്യലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മറ്റേ യാക്കോബ്, കർത്താവിനെ കൂടെ ഉണ്ടായിരുന്ന യാക്കോബ്, ആദ്യം രക്തസാക്ഷിയായ ആളാണ്. നമുക്കറിയാമല്ലോ, പ്രവർത്തന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിനെ ഹെരോദാവ് അവനെ വാൾ കൊണ്ട് കൊന്നു. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. എന്നിട്ട് അത് യഹൂദന്മാർക്ക് തൃപ്തിയായി എന്നറിഞ്ഞത് കൊണ്ട് അവരെ പത്രോസിനെ പിടിച്ചു കാരാഗ്രഹത്തിലാക്കി. നോക്കണേ, സ്തോത്രം. ഹെരോദാവ് സഭയെ പീഡിപ്പിക്കാൻ വായിച്ചാട്ടെ. പ്രസ്തോലപത്ര പുസ്തകം 12-ാമത്തെ 1-2 വാക്കിൽ വേഗം ഒന്ന് വായിച്ചേക്കാമോ? നേരം പോയല്ലോ, വേഗം ഒന്ന് വായിച്ചാട്ടെ. അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക്, ഒരു വാക്കൂടെ വായിച്ചു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. മതിയല്ലോ, താങ്ക് യു. നോക്കണേ, സ്തോത്രം. അപ്പോൾ യഹൂദന്മാർക്ക് പ്രസാദകരമായ ഒരു പ്രവർത്തനമായിട്ടാണ് അവരതിൽ കണ്ടത്. ഹെരോദാവ് ആദ്യം രക്തസാക്ഷിയാകുന്ന അപ്പസ്തോലന്മാരിൽ, ഓഫ് കോഴ്സ് സ്തെഫാനോസ് ആണ് ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷി. എന്നാൽ 12 അപ്പസ്തോലന്മാരിൽ ആദ്യം രക്തസാക്ഷിയാകുന്നത് യാക്കോബാണ്. കർത്താവിന്റെ കൂടെ നടന്ന യാക്കോബ്. നമുക്കറിയാം, ഈ 3 പേരാണ് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ. 2 ഞാൻ പറഞ്ഞല്ലോ, മറുരൂപമലയിൽ കർത്താവ് തേജസ്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിന് സാക്ഷികളാകാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവര്. പിന്നെ നമുക്കറിയാം, അതുപോലെ ഗെത്സമനയിൽ എന്റെ പൊന്നു കർത്താവ്, സ്തോത്രം, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുന്ന ആ തീവ്രമായ ഹൃദയവേദനയുടെ സന്ദർഭത്തിൽ അതിന് സാക്ഷികളാകത്തക്കതുപോലെ അടുത്ത ഒരു കല്ലേറ് ദൂരത്തിനപ്പുറത്ത് ഈ 3 പേരും ഉണ്ടായിരുന്നു. സ്തോത്രം. അതിൽ ഒരുവൻ ഹെരോദാവിന്റെ വാളിനിരയായി. അപ്പോ അവന് വലിയ ശ്രേഷ്ഠനായ ഒരുവനായിട്ട് ജനം അംഗീകരിച്ചു. 2 അങ്ങനെ അത് കഴിഞ്ഞാൽ, യാക്കോബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 പേര് പത്രോസും യോഹന്നാനും. കർത്താവിനോട് കൂടെ ഒന്നാമൻ എന്ന് പറയുന്ന പത്രോസ്, പിന്നെയോ ഏറ്റവും കർത്താവിനെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, പിന്നെ ഈ യാക്കോബാണല്ലോ ഇത് യേശുക്രിസ്തുവിന്റെ സ്വന്തം സഹോദരൻ. ഇവരുടെ മുമ്പിൽ പൗലോസോ, അവനാരാ? ഇവര് വലിയ പ്രധാനികളാണെന്നേ. ഇവര് സാധാരണക്കാരൊന്നുമല്ല. പത്രോസും ഇവര് വലിയ അവരെ അങ്ങ് വലിയ കാര്യമായി പുകഴ്ത്തി. അങ്ങനെ പറഞ്ഞപ്പോൾ അവര് പറയുന്ന ആ പുകഴ്ചയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന ടോണിൽ പൗലോസോടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൗലോസ് ഒരു ധിക്കാരിയുടെ വേഷം കെട്ടുകയായിരുന്നില്ല. ഒരു പരിഹാസ ചുവയോടെ, മീൻസ് ഒരു അപഹാസ്യ ധ്വനിയിൽ സംസാരിക്കുകയായിരുന്നില്ല.
ഈ ദുരുപദേഷ്ടാക്കൾ പലപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ ദുരുപദേശം പറയുന്നവർ എപ്പോഴും ഉണ്ടല്ലോ ഈ വചനത്തെക്കാൾ പ്രമാണിമാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദുരുപദേശം പറയുന്നവരൊക്കെ വചനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, പ്രമാണിമാർക്കാ. എന്തു പറയുന്നു എന്നല്ല അവർ നോക്കുന്നത്, ആര് പറയുന്നു എന്നാ അവര് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവതിയായ മറിയ, കന്യാമറിയയ്ക്കാണ് ദൈവവചനത്തെക്കാൾ ഇന്ന് പട്ടത്വ സഭകളിൽ പലതിലും പ്രാധാന്യമുള്ളത്. നമുക്കറിയാം സത്യവചനം പറയുന്നതിനേക്കാൾ ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുക. അവര് ഭക്തിയായി ജീവിച്ച് ഭക്തിയായി തുടർന്ന് ദൈവക്രിയോടുകൂടെ സ്തോത്രം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ച് സഭയിൽ അവർക്ക് ഒരു എക്സ്ട്രാ പ്രാധാന്യവും ആദിമസഭ കൊടുത്തിരുന്നില്ല. നമുക്കറിയാമല്ലോ സ്തോത്രം, കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഒറ്റുകാരനായി പോയി നശിച്ചുപോയ യൂദായുടെ സ്ഥാനത്ത് പുതിയൊരു അപ്പസ്തോലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ മറിയ ആ സന്ദർഭത്തിലൊക്കെ അവിടെ ഉണ്ട്. യേശുവിന്റെ അമ്മയെ മറിയോടും കൂടിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഉണ്ടെങ്കിലും അവർ മറിയോട് ഒരു അഭിപ്രായം ചോദിക്കുകയോ മറിയയുടെ ഒരു അഭിപ്രായം ആരായുകയോ മറിയയുടെ വാക്കുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് പ്രമാണിമാർ, അതാ പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് അർത്ഥമാക്കുന്നത്. പ്രമാണിമാര്, നിങ്ങളെല്ലാ പ്രമാണി, ദൈവത്തെക്കാൾ വലിയ ഒരു പ്രമാണി ഉണ്ടോ? ദൈവത്തെക്കാളേറെ ഒരിക്കലും പ്രമാണികൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാൻ പാടില്ല. യാക്കോബ് യേശുവിന്റെ സഹോദരനായിരിക്കും, നല്ല കാര്യം. യാക്കോബിനെ കർത്താവിന്റെ സഹോദരൻ എന്ന് തന്നെ 1-ാം അധ്യായത്തിൽ പൗലോസ് അംഗീകരിക്കുന്നുണ്ട്. നോക്കണേ, അവരാരും പൗലോസിനെ ധിക്കരിക്കുകയോ പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും കുറവ് കൽപ്പിക്കുകയോ ചെയ്തില്ല. ഈക്വൽ സ്റ്റാറ്റസ് പത്രോസിനും പൗലോസിനും അവരംഗീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. നേരം പോയോണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ കുറിക്കൊള്ളുക. ദുരുപദേഷ്ടാക്കന്മാർ പലപ്പോഴും വചനത്തെക്കാൾ പ്രമാണിമാർക്കും നേതാക്കന്മാർക്കും പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ സാബൂർ പറഞ്ഞപ്പോ ഞാനത് ഓർത്തു. സത്യമാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓടി നടന്ന് ശാസിക്കുക, അമ്പലത്തിന് മുമ്പിൽ ചെന്ന് ശാസിക്കുക, മോസ്കിന്റെ മുമ്പിൽ ചെന്ന് ശാസിക്കുക എന്ന് വേണ്ട കാണിക്കുന്ന ആ അമിതാവേശം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ വേദപുസ്തകവും പറയാത്ത കാര്യങ്ങളൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്. എന്റെ പൊന്നു സൗരങ്ങളെ, ഇതൊക്കെ നമുക്കറിയാം. വലിയ പ്രമാണിമാരായ ചില ആളുകളെ പ്രയർ വോക്ക് മിനിസ്ട്രി ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അവര് കാണിച്ചു കൊടുത്ത ഈ ഇച്ചിരി ഒരു കാര്യമാണ്. അയ്യോ, ഇന്ന് ഞാൻ പരസ്യമായിട്ട് പേര് പറയുന്നില്ല, ഒരു പ്രമുഖ ബന്ധക്കോ സമൂഹത്തിന്റെ തലപ്പത്ത് ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്ന ഒരാളും ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വാഹനത്തിൽ യാത്ര ചെയ്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകം ഭൂതത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി ചില വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊക്കെ പിന്തുടർന്ന് എന്തുകൊണ്ടാണ്? പ്രമാണിമാരെന്തോ ചെയ്യുന്നു അതിവരങ്ങ് പിൻപറ്റുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്തോത്രം. ആര് പറയുന്നു എന്നുള്ളതിനേക്കാൾ ആരെ കുറിച്ച് പറയുന്നു, എന്തു പറയുന്നു, വചനം അതിനോട് ചേരുന്നുണ്ടോ, വചനത്തിൽ എഴുതപ്പെട്ട സത്യത്തോട് യോജിച്ചതാണോ ഈ പറയുന്നത് എന്നുള്ളത് മാത്രം പരിശോധിച്ച് സ്തോത്രം ഉപദേശത്തിലെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ബഹ്റിനിലെ ഷാലു ബ്രദർ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ.